പ്രാദേശിക രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച അതിഗംഭീരനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പനമ്പള്ളി ഗോവിന്ദൻ. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, നല്ലൊരു വായനക്കാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ഗംഭീരനായ പ്രഭാഷകനായിരുന്നു, അതിശക്തനായ ഒരു അഭിഭാഷകനായിരുന്നു. അതിലുപരി ഒരു കോൺഗ്രസ് നേതാവും ഭരണാധികാരിയും നിയമസഭാ സാമാജികനും എന്ന രീതിയിൽ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു. അതിലൊക്കത്തിലുപരി അദ്ദേഹം അതിരസികനായ ഒരു മനുഷ്യനായിരുന്നു. പുതിയ പുസ്തകങ്ങളോട് വലിയ പ്രതിപത്തിയുള്ള ആളായിരുന്നു പനമ്പള്ളി ഗോവിന്ദൻ. പുസ്തകം വായിക്കുക മാത്രമല്ല, പുസ്തകം വിടർത്തി അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്ന ആൾ കൂടിയായിരുന്നു. അത്രയും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് പുസ്തകങ്ങളോട്. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള വായനയും ഇഷ്ടമായിരുന്നു. അത് ഡിറ്റക്റ്റീവ് നോവലുകളാണെങ്കിലും ശരിയാണ്, ഭരണഘടനാ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണെങ്കിലും ശരിയാണ്. എല്ലാത്തിനെയും ഒരുപോലെ ഒരേ താല്പര്യത്തോടെ വായിച്ച ഒരു പ്രതിഭയായിരുന്നു പനമ്പള്ളി. അതേസമയത്ത് പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിലും വലിയ കഴിവ് തെളിയിച്ച ആളായിരുന്നു. അങ്ങനെ സർവതോമുഖമായ പ്രതിഭയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു അഭിഭാഷകനായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. പിന്നീട് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൽ നിർണായകമായ ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചു. കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയുമായിരുന്നു. അന്ന് ഓരോ നാട്ടുരാജ്യത്തും പ്രധാനമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ പ്രധാനമന്ത്രി, കൊച്ചി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ പോലെ ഇദ്ദേഹം കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം പഴയ കൊച്ചി സ്റ്റേറ്റിലുള്ള ചാലക്കുടിക്കടുത്ത് കല്ലൂർ വടക്കമുറിയായിരുന്നു. അങ്ങനെ കല്ലൂർ വടക്കമുറി എന്ന ഗ്രാമത്തിൽ നിന്ന് വളരെ കഴിവ് തെളിയിച്ച ഒരു ചെറുപ്പക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നു. അദ്ദേഹം കൊച്ചി പ്രധാനമന്ത്രിയായി. അതിനുശേഷം ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു. തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം ഇദ്ദേഹം കൊച്ചി ഭാഗത്തു നിന്നുള്ള MLA-മാരുടെ, കോൺഗ്രസ് MLA-മാരുടെ ഒരു അനിഷേധ്യ നേതാവായിട്ട് പ്രവർത്തിച്ചു. അന്ന് തിരുവിതാംകൂർ ഭാഗത്തുള്ള MLA-മാരും കൊച്ചിയിൽ നിന്ന് വന്നവരും തമ്മിൽ ഒരു സ്പർദ്ധ നിലനിൽക്കുന്ന കാലമായിരുന്നു. ഒരു വടംവലി ഉണ്ടായിരുന്നു. 1952 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ചു. പക്ഷേ AJ ജോണിനോട് അദ്ദേഹം പരാജയപ്പെട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിൽ 1954 വീണ്ടും തെരഞ്ഞെടുപ്പുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അന്ന് കോൺഗ്രസ്സിന് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് പട്ടംതാണുള്ള രൂപീകരിച്ച PSP മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്താങ്ങുന്ന ഒരു നടപടിയാണ് അനുവർത്തിച്ചത്. ആ സർക്കാർ ഏതാണ്ട് ഒരു കൊല്ലത്തിൽ താഴെ ഭരിച്ചുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും പനമ്പള്ളിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിന്തുണ പിൻവലിക്കുകയും PSP മന്ത്രിസഭ രാജിവെക്കുകയും ചെയ്തു. PSPയെ പിന്തുണയ്ക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായില്ല, കോൺഗ്രസ് തയ്യാറായില്ല. അതേ തുടർന്ന് പട്ടംതാണുള്ള രാജിവെച്ചു. ആ ഒഴിവിലാണ് പനമ്പള്ളി മുഖ്യമന്ത്രിയാവുന്നത്. പനമ്പള്ളി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും ചില നാടകങ്ങളൊക്കെ അരങ്ങേറി. PSPയിൽ നിന്ന് 2 MLA-മാർ, വയല ഇടിക്കുള, അതുപോലെ കൊടകര കേശവമേനോൻ, ഈ 2 പേരെ പനമ്പള്ളി ചാക്കിട്ട് പിടിച്ചു എന്നാണ് പറയുന്നത്. ഈ ചാക്കിട്ട് പിടുത്തം എന്ന ഒരു പ്രയോഗം തന്നെ മലയാള ഭാഷയിലുണ്ടായത് ഈ സംഭവത്തെ തുടർന്നാണ്. 2 MLA-മാർ PSPയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നു. അന്ന് ഈ കൂറുമാറ്റ നിരോധന നിയമമൊന്നും ഇല്ലാത്ത കാലമാണ്. MLA-മാർക്ക് എപ്പോഴാണെങ്കിലും കൂറുമാറാമായിരുന്നു. അങ്ങനെ 2 MLA-മാർ മാറി. പിന്നെ RSPയിൽ നിന്ന് ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റിയെയും ഇദ്ദേഹം ചാക്കിട്ട് പിടിച്ചു. അങ്ങനെ പല വിധത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ പയറ്റാൻ കഴിവുള്ള ആളായിരുന്നു പനമ്പള്ളി. പനമ്പള്ളിയുടെ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അതിനു മുമ്പും ഇദ്ദേഹം ലെജിസ്ലേച്ചർ പാർട്ടിയിൽ ലീഡറായിരിക്കുന്ന സമയത്ത് തന്നെ പല കൗതുകങ്ങളും അരങ്ങേറുന്നുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ മെമ്പറാകാൻ വേണ്ടിയിട്ട് പല ആളുകളും അദ്ദേഹത്തെ സമീപിക്കുന്നു. അതിലൊന്ന്, ആംഗ്ലോ ഇന്ത്യന്മാർക്ക് പല സംഘടനകളുണ്ട്. കോട്ടും സൂട്ടും കാൽസറായിയൊക്കെ ധരിച്ച ഒരു ആംഗ്ലോ ഇന്ത്യൻ ഇദ്ദേഹത്തെ സമീപിച്ചു. ഞാൻ ആംഗ്ലോ ഇന്ത്യന്മാരുടെ ഇന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ്, എന്നെ നാമനിർദ്ദേശം ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. പനമ്പള്ളി നോക്കാം, പരിഗണിക്കാം എന്ന് പറഞ്ഞു വിടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുണ്ടും ഷർട്ടും ധരിച്ച ഒരു ചട്ടക്കാരൻ കുറച്ച് പേരും കൂടി വരുന്നു. ഇദ്ദേഹം ആംഗ്ലോ ഇന്ത്യന്മാരുടെ മറ്റൊരു സംഘടനയുടെ പ്രസിഡൻ്റാണ്, അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പനമ്പള്ളിയുടെ താല്പര്യപ്രകാരം ഗവർണർ ഈ മുണ്ടും ഷർട്ടും ധരിച്ചു വന്ന ആംഗ്ലോ ഇന്ത്യനെ നാമനിർദ്ദേശം ചെയ്തു. അതറിഞ്ഞ് ഈ കോട്ടും കാൽസറായും ധരിച്ചു വന്ന ആൾ പനമ്പള്ളിയുടെ അടുത്ത് വന്ന് ഗോപാകുലിനെ എന്നെ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ പനമ്പള്ളി പറഞ്ഞു, കേരളത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ കോട്ടും സൂട്ടും ധരിച്ച് നടക്കുന്ന ആംഗ്ലോ ഇന്ത്യന്മാരെക്കാൾ കൂടുതൽ ഉള്ളത് മുണ്ടും ഷർട്ടും ധരിച്ച് നടക്കുന്നവരാണ്, അതുകൊണ്ടാണ് മറ്റേ പുള്ളിയെ നാമനിർദ്ദേശം ചെയ്തത് എന്നാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള തമാശകൾ പൊട്ടിച്ച് ആണ് പനമ്പള്ളി ഏത് സമയത്തും മുന്നോട്ട് വരുന്നത്. അങ്ങനെ 1956 ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കോൺഗ്രസ്സിലെ
6 MLA മാർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. അതിൽ ടി എം വർഗീസും കെ എം കോരയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന ടി വി തോമസ് ആയിരുന്നു. ടി വി തോമസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളിരിക്കുന്ന ആ ബെഞ്ചിൽ, ട്രഷറി ബെഞ്ചിൽ ഞങ്ങളിരിക്കും എന്ന രീതിയിൽ ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചു. അപ്പോഴാണ് പനമ്പള്ളിയുടെ പ്രതിഭ ശരിക്കും പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനിരിക്കുന്ന ഈ സീറ്റിൽ ശ്രീ തോമസ് ഇരിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു സാധ്യതയുള്ളൂ, അദ്ദേഹം അടുത്ത ജന്മത്തിൽ ഒരു മൂട്ടയിട്ട് ജനിക്കേണ്ടി വരും. അങ്ങനെ എതിരാളികളെ തകർക്കാനും നിസ്തേജരാക്കാനും ഉള്ളൊരു അപാരമായ കഴിവ് പനമ്പള്ളിക്കുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പലതും ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം മുന്നോട്ട് പോകുന്നില്ല. ഏതായാലും പക്ഷേ 56 മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു, രാജിവെച്ചു. കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് കേരളത്തിൽ മന്ത്രിസഭയില്ല. 57 തെരഞ്ഞെടുപ്പിൽ പനമ്പള്ളി തോറ്റുപോയി. ചാലക്കുടി മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു. ദ്വയാംഗ മണ്ഡലമായിരുന്നു. അവിടെ CG ജനാർദ്ദനോട് തോറ്റു. പനമ്പള്ളിയെ തോൽപ്പിച്ചത് അന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി AV മൂത്തേടത്ത് എന്ന് മറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളി സ്വതന്ത്രനായി മത്സരിച്ചു. 16,000 വോട്ട് പിടിച്ചു. ആ ചെറിയ വ്യത്യാസത്തിൽ പനമ്പള്ളി തോറ്റുപോയി. വീണ്ടും തൃശ്ശൂർ DCC കൂടി എന്തുകൊണ്ട് കോൺഗ്രസിന് പരാജയമുണ്ടായി, എന്തുകൊണ്ട് പനമ്പള്ളി തോറ്റു എന്ന വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ച നടന്നു. അവസാനം പനമ്പള്ളി എഴുന്നേറ്റ് വന്നു. പരാജയപ്പെടാൻ 2 കാരണമാണുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചു. എന്തായിരിക്കും? ഒന്ന്, പനമ്പള്ളി ഗോവിന്ദമേനോന് കിട്ടിയേക്കാൾ കൂടുതൽ വോട്ട് CG ജനാർദ്ദന് കിട്ടി. 2, CG ജനാർദ്ദന് കിട്ടിയ അത്ര വോട്ട് പനമ്പള്ളി ഗോവിന്ദമേനോന് കിട്ടിയില്ല. ഈ 2 കാരണം കൊണ്ടാണ് തോറ്റത് എന്ന് പറയും. അപ്പോൾ എല്ലാവരും സംശയം തീർന്നു. എന്തുകൊണ്ടാണ് പനമ്പള്ളി തോറ്റത്, എന്തുകൊണ്ടാണ് CG ജയിച്ചത് എന്ന കാര്യത്തിൽ പിന്നെ ആർക്കും ഒരു സംശയം ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ തുടർന്ന് പിന്നെ കുറച്ച് കാലത്തേക്ക് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അത്ര തന്നെ സജീവമായിരുന്നില്ല. 1967 തെരഞ്ഞെടുപ്പിൽ, അന്ന് സപ്തകക്ഷി മന്ത്രിസഭ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ബാക്കി 18 സീറ്റിലും സപ്തകക്ഷി നേതാക്കൾ വിജയിച്ചു. അന്ന് കോൺഗ്രസ്സുകാരനായിട്ട് ആകെ ജയിച്ചത് പനമ്പള്ളി മാത്രം. അദ്ദേഹം ജയിച്ച് കേരളത്തെ പ്രതികരിച്ച് ക്യാബിനറ്റിൽ അംഗമായ ആദ്യത്തെ മലയാളി പനമ്പള്ളിയാണ്. അതിന് മുമ്പ് VK കൃഷ്ണമേനോനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്. ഏതായാലും പനമ്പള്ളി ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ അംഗമായി. അദ്ദേഹം നിയമവകുപ്പാണ് കൈയാളിയത്. വലിയൊരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം വലിയ പ്രസിദ്ധനായിരുന്നുകൊണ്ട്, ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നുകൊണ്ടും അദ്ദേഹത്തിന് നിയമവകുപ്പാണ് ഇന്ദിരാഗാന്ധി കൊടുത്തത്. നിയമമന്ത്രി ആയിരിക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി പിളരുന്നത്. അവിടെയും പനമ്പള്ളി ഒരു കൈയടക്കം കാണിച്ചു. അതുവരെ അദ്ദേഹം ഈ സിൻഡിക്കേറ്റ് ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു. തെരഞ്ഞെടുപ്പ് ഈ പാർട്ടി പിളരുന്ന ദിവസം പോലും അദ്ദേഹത്തിന് ഏത് ഭാഗത്ത് നിൽക്കണം എന്നുള്ളൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഈ ഇന്ദിരാഗാന്ധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സിൻഡിക്കേറ്റ് ഗ്രൂപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അതേ ദിവസം തന്നെ മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിനെ എതിർത്തുകൊണ്ടും ഉള്ള നിലപാടാണ് സ്വീകരിച്ചത്. കാരണം 2 പത്രത്തിൽ 2 നിലപാട് ഒരേ ദിവസം അച്ചടിച്ചു. ഏതായാലും അവസാനം അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഇന്ദിരാഗാന്ധിയുടെ വലങ്കൈയായിട്ട് മാറി എന്ന് മാത്രമല്ല, ഈ ബാങ്ക് ദേശസാൽക്കരണ നിയമം പാർലമെൻറ്റിൽ പൈലറ്റ് ചെയ്തത് പനമ്പള്ളിയായിരുന്നു. പക്ഷേ അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കുകയും അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അതിഗംഭീരനായ ഒരു നേതാവായിരുന്നു പനമ്പള്ളി. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ അതുപോലെ ഒരാൾ പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ല ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ നേതാവ് എന്ന പോലെ തന്നെ അഭിഭാഷകൻ എന്ന നിലയ്ക്കും പനമ്പള്ളി വളരെ പ്രസിദ്ധനായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എറണാകുളത്തെ പ്രസിദ്ധമായ മേനോൻ ആൻഡ് മേനോൻ എന്ന അഭിഭാഷക സ്ഥാപനം പനമ്പള്ളി ഗോവിന്ദമേനോനും അതുപോലെ ബാരിസ്റ്റർ VK മേനോനും ചേർന്നാണ് സ്ഥാപിച്ചത്. അദ്ദേഹം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ഒരു ചെറിയ സമയവും അതുപോലെ കേന്ദ്രമന്ത്രിയായി ഇരുന്ന സമയവും ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും കോടതിയിൽ വളരെ സജീവമായിരുന്നു. നിരവധി കക്ഷികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. ഈ രംഗത്തും അദ്ദേഹം ആളുകളെ കളിയാക്കുന്നതിലും പരിഹസിക്കുന്നതിലുമൊക്കെ വലിയ കഴിവ് തെളിയിച്ച ആളാണ്. പനമ്പള്ളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രധാന സംഭവം, അദ്ദേഹത്തിൻ്റെ ആധികാരിക ജീവചരിത്രങ്ങളിലെല്ലാം തന്നെ ഇതുണ്ട്. അത് ഒരു ചെറുപ്പക്കാരൻ BA BL പാസ്സായി പ്രാക്ടീസ് തുടങ്ങി. ഇദ്ദേഹം സാമാന്യം ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ പ്രാഗൽഭ്യം കുറഞ്ഞ ആളായിരുന്നു. പരിചയക്കുറവ് നല്ലോണം ഉണ്ടായിരുന്നു. ഒരു കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായി ഏതാണ്ട് പ്രതി ജയിലിൽ പോകും എന്ന ഘട്ടത്തിലെത്തി. അപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിലൊരു വിദഗ്ധോപദേശം തേടുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത്. ഈ ചെറുപ്പക്കാരൻ കേസ് കെട്ടുമായിട്ട് പനമ്പള്ളിയെ പോയി കണ്ടു. പനമ്പള്ളി കേസ് കെട്ട് മേടിച്ചു നോക്കി. ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പ്രതിയുടെ സ്ഥിതി എന്തായിരിക്കും, അദ്ദേഹം ഇനി എത്ര കൊല്ലം ജയിലിലായിരിക്കും എന്നുള്ളത്.
അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, ഒറ്റ പണി ചെയ്താൽ മതി, കേസ് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഈ പ്രതി യഥാർത്ഥത്തിൽ സാധുവാണ്, നിരപരാധിയാണ്, എല്ലാ ദിവസവും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്ന ആളാണ് എന്ന്, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരന് ഇതിനകത്തുള്ള കുസൃതി മനസ്സിലായില്ല. പുള്ളി പനമ്പള്ളി സാറ് പറഞ്ഞാണല്ലോ, അത് ശരിയാവാനേ തരമുള്ളൂ എന്ന് കരുതി കോടതിയിൽ ചെന്നു. കേസ് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഇയാളുടെ വാദം കേൾക്കാൻ വേണ്ടി ചെറുപ്പക്കാരായ വേറെ ഒരുപാട് അഭിഭാഷകർ വന്നിട്ടുണ്ട്, ഇയാൾ എങ്ങനെയായിരിക്കും ഇത് വാദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കേസ് വിളിച്ചു, ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നു. പ്രോസിക്യൂട്ടറുടെ വാദം കഴിഞ്ഞു. പ്രതിഭാഗം വക്കീലോട് എന്താണ് പറയാനുള്ളത് എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ വളരെ ഭയഭക്തി ബഹുമാനപൂർവ്വം പറഞ്ഞു, യുവർ ഓണർ, ഈ ചെറുപ്പക്കാരൻ, ഈ പ്രതി യഥാർത്ഥത്തിൽ നിരപരാധിയാണ്, സാധുവാണ്, എല്ലാ ദിവസവും ഗണപതി ഹോമവും ഭഗവതി സേവ നടന്ന ആളാണ്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് വാദം അവസാനിപ്പിച്ചു. ഇത് കേട്ട് മജിസ്ട്രേറ്റ് മാത്രമല്ല, കോടതിയിലുള്ള സകല ആൾക്കാരും, ബെഞ്ച് ക്ലർക്കടക്കം സകലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ചരിത്രം. അന്നത്തെ കാലമായതുകൊണ്ട് മജിസ്ട്രേറ്റിന് ഈ പോയിൻ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ പറ്റിയില്ല, ഇപ്പോഴെങ്കിൽ ചോദിച്ചത്. അത് കേട്ട് എല്ലാവരും ഞെട്ടി തരിച്ചുപോയി. അത് വാദം വളരെ ഗംഭീരമായി എന്ന വിശ്വാസത്തിൽ ഈ ചെറുപ്പക്കാരൻ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ യുവ അഭിഭാഷകർ ഓടി ചെന്നിട്ട് ചോദിച്ചു, പൊന്നു ചങ്ങാതി, തനിക്ക് ഈ ലോ പോയിൻ്റ് എവിടെ നിന്ന് കിട്ടി, ഞങ്ങളാരും ഇത് കേട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, പനമ്പള്ളി സാറ് പറഞ്ഞു തന്നാണ്. അത് കേട്ടപ്പോൾ ബാക്കി എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കാരണം പനമ്പള്ളിയുടെ പല പ്രായോഗിക ഫലിതങ്ങളിൽ ഒരു ഫലിതമായിരുന്നു ഇതെന്നുള്ളത് അവർക്ക് മനസ്സിലായി, ഈ ചെറുപ്പക്കാരന് മനസ്സിലായില്ല എന്നുള്ളതാണ് ചരിത്രം. ഇങ്ങനെ ഒരുപാട് ആളുകളെ ചെണ്ട കൊട്ടുകയും ചെണ്ട കൊട്ടിക്കുകയും ചെയ്തിട്ടുള്ള അനിതര സാധാരണയായ ഒരു വ്യക്തിയായിരുന്നു പനമ്പള്ളി എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.